എന്താ ചെയ്യ ഈ പ്രായത്തിൽ ഇപ്പൊ ഇവനല്ല പറക്കാൻ നടക്കല്ലേ എന്റെ പണി. സൂര്യ എന്റെ കുട്ടിയെ വയ്യ എനിക്ക്. അയ്യോ കയ്യും കാലൊന്നും മടക്കണില്ല. സൂര്യ നിനക്കുള്ള ഇലയൊക്കെ കൊണ്ടുവന്നുണ്ട് ഞാൻ. അത് നോക്കിയേ. ആ മൊബൈൽ എവിടെയെങ്കിലും എടുത്തു വെക്കടാ. കളിക്കാനല്ലപ്പോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഞാനാണോ പരീക്ഷ എഴുതണേ? ആണോ? എടാ ഇതൊക്കെ ചോദിക്കുമ്പോ പറയാ വേണം കുട്ടിയെ. ടീച്ചർ അറിയില്ല, അത് പൊട്ടിച്ചോണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ചോദിക്കുമ്പോ നിനക്ക് പറയാൻ കിട്ടിയില്ലെങ്കിൽ ടീച്ചർ അറിയും ഇത് നിന്റെ മുത്തശ്ശൻ ചെയ്തു തന്നല്ലടാന്ന് ചോദിക്കും. സൂര്യ അതാ നോക്കിയേ, ഇത് മാവിന്റെ ഇല. ഇത് കേൾക്കുണ്ടോന്ന് ഈ ഒന്നാമത്തെ ഈ ജാതി പണിയൊന്നും കുടുംബത്തുള്ള ആൾക്കാരല്ല ചെയ്യണ്ട. അയ്യമ്മേ കാലൊന്നും മടങ്ങണില്ല. സൂര്യ അത് കേൾക്കുണ്ടോന്ന് ഇത് മാവിന്റെ ഇല, ഇത് പേരയുടെ ഇല, ഇത് തുളസി, ഇത് ചെമ്പരത്തി. ഇതെന്താ ഇത് എന്താ ഇത് പൊട്ടിച്ച് ഞാനാണ് ആവാതെ നോക്കുന്നല്ല. ഇത് ഇരുമ്പാപുളി. ഇത് എന്തിന്റെ അവിടെ ആവശ്യമില്ല, അത് കളയാം. എല്ലാരും പൊട്ടിച്ചു കൊടുക്കണം. എന്തോ മോൻ അതിന്റെ ഉള്ളിന്ന് ഇതുവരെ തല തിരിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ അവന് ഒട്ടിക്കേണ്ടത്. ഒന്നാമത്തെ ഗുരുത്തം കൊട്ട കുറെ പണിയുണ്ട് ഇപ്പൊ സ്കൂളില്. ഈ ഇലപ്പ ഇതിൽ ഒട്ടിച്ചോണ്ട് കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല. ഊണ് കഴിച്ചിട്ടില്ലേ? എത്ര നേരമായിട്ടോ? എന്താ കുട്ടിയത്? അടുത്ത് വയ്ക്കാ അവിടെ. ഈ നേരമായിട്ട് ഊണ് കഴിച്ചിട്ടില്ലേ നീ? ആ മൊബൈൽ ഇടാ. എന്റെ മൊബൈൽ അതങ്ങോട്ട് താങ്ങട്. പിന്നെ എന്താ കഴിക്കേണ്ടത് എനിക്ക്? എന്തുണ്ട്? അതെ, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങളല്ല അത്. നീ ഇത് കഴിക്ക്, ഊണ് കഴിക്ക്. മുത്തച്ഛൻ ചോറുണ്ടല്ലേ, നാളത്തെ തിന്നണ്ട. അമ്മമ്മ പറയട്ടെ, എങ്ങോട്ട് നോക്ക്. അമ്മമ്മ പറയണ കേക്ക്. നോക്കൂ. ഇപ്പൊ ഈ ചോറുണ്ടാല് മുത്തച്ഛൻ മോനെ പുറത്ത് കൊണ്ടുപോയിട്ട് അൽഫാം വെച്ച്. മോനെ അമ്മമ്മ വായിൽ തരാല. അതേ ഇപ്പൊ ആ ജാതി സാധനം ഒന്നും വേണ്ട. ഉച്ചക്ക് വിശക്കുമ്പോ ഊണ കഴിക്ക. ഊണ് കഴിക്ക്. നീ കുസർത്തി കാട്ടാണ്ട് എനിക്ക് അത് എടുത്തു വെക്ക. നീയേ എന്താ സൂര്യ നീ പറഞ്ഞാ മനസ്സിലാവാത്തത്? എനിക്ക് കളിക്കട്ടെ. മതി കളിച്ച് അങ്ങോട്ട് കൊണ്ടാ. ഹലോ. എന്തോനെ? എനിക്ക് അൽഫാം മേടിച്ചെന്നില്ല മുത്തച്ഛൻ. അച്ഛ പറയാട്ടോ, വാങ്ങിത്തരാൻ പറയാ. അമ്മമ്മ കൊടുത്തേ. മോനെ എന്താ അവിടെ പ്രശ്നം? എടാ അല്ലടാ, അവൻ ചോറുണ്ടണില്ലേ. അവന് ഇഷ്ടമുള്ളൊന്നും വാങ്ങിക്കൊടുക്കണല്ലേ കഴിക്കാൻ. അച്ഛൻ അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. അതിപ്പോ ചോറുണ്ണാൻ വേണ്ടി നിർബന്ധിക്കാണ്. ലേശം വാശി കൂടുതലാണ് ഇപ്പോ. അതെ, ഞാൻ വിളിച്ചതേ, മോന് ഓട്ടോറിക്ഷക്കല്ലേ സ്കൂളിൽ പോണത്. അത് സേഫ് അല്ല. അതുമല്ല, അവന്റെ കൂടെ പഠിക്കണ പിള്ളേരൊക്കെ കാറിനാണ് വരണത്. കാറിന് കൊണ്ടുപോയി ആക്കണം, അല്ലാതെ നമ്മുടെ ഒരു ഇമേജിന് കുറവാണ്. അപ്പേ അച്ഛനോടെ ഡ്രൈവിങ് പഠിക്കാൻ പറയണം പെട്ടെന്ന്. വെറുതെ ഇരിക്കല്ലേ വീട്ടില്. അച്ഛനോ? അപ്പൊ ഒരു സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്താലേ, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കിയിട്ടുണ്ട്, അത് വാങ്ങി അവിടെ ഇടാം. അപ്പൊ രാവിലെ അച്ഛനെ കൊണ്ടുപോയി ആക്കുകയും വൈകുന്നേരം കൊണ്ടുവരികയും ചെയ്യാല്ല. വെറുതെ ഇരിക്കാൻ വേണ്ട, നമ്മുടെ സ്റ്റാറ്റസിനും കുറവില്ല. ഒരു കാര്യം ചെയ്, നീ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോ. ഞാൻ കൊടുക്കാം. പറഞ്ഞാ മതി. എന്താ? ഹലോ ഹലോ. കട്ടായല്ലോ. കട്ടായോ? എന്താ പാവം പറഞ്ഞേ? ഇവൻ സ്കൂളിൽ പോണ കാര്യം പറഞ്ഞതാ. അതൊക്കെ അന്വേഷിക്കാനും പറയാനൊക്കെ അവന് നേരമുണ്ട്. അച്ഛനോട് സംസാരിക്കാൻ നേരമില്ല.
അതെ, ഇനി ഇവനെ സ്കൂളിൽ ആ ഓട്ടോയിൽ വിടണ്ടാന്ന്. പിന്നെ നടത്തി പറഞ്ഞയക്കേ. അല്ല, അച്ഛനോട് ഡ്രൈവിംഗ് പഠിക്കാൻ അവൻ ഇപ്പോഴും പറഞ്ഞത്. എന്താ നീ പറയുന്നത് മണ്ടു? തന്നെ നടക്കാൻ വയ്യ എനിക്ക്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഈ പ്രായത്തിൽ ഇനിയിപ്പോ ഡ്രൈവിംഗ് കൂടി പഠിക്കാത്ത കേടയുള്ളൂ. അല്ല, അവനെ കാറിൽ കൊണ്ടുപോയാൽ മതിന്ന്. അവൻ അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് വിളമ്പിയാ മതി. ഞാൻ ഈ കുട്ടീനെ ആലോചിച്ചിട്ടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ വേണ്ടതുണ്ട് പറയാൻ. പോട്ടെ പോട്ടെ നോക്കും തോറും ഏറി ഏറി വരിക. ഇങ്ങോട്ട് വാ, വാ കഴിക്കാൻ വാ. ഇത് ഇനിയിപ്പോ എവിടെ പോയിട്ടപ്പൊ ഇത് പഠിക്കുക? അതിപ്പോ ഇവിടെ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കേ. ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടെ ഞാൻ ഈ വയ്യാത്ത ആള് ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറിയിട്ട്. അപ്പൊ അവൻ പറയണത് എല്ലാ കുട്ടികളും സ്വന്തം വീട്ടിലെ സ്വന്തം വണ്ടിയിലൊക്കെയാ വരുന്നത്, എന്റെ മോൻ മാത്രം ഓട്ടോയിൽ പോണു, അത് വേണ്ടാന്നൊക്കെയാ പറയും. അവനത് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഇതിവിടെ ഓരോരോ വീടുകളിൽ കുട്ടികളെ കൊണ്ടാക്കണ്ട് വെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശി എന്നല്ല കൊണ്ടുവിടണേ. ആ വീടുകളിലൊക്കെ ആളുകളുണ്ട്. ഈ വയസ്സാം കാലത്ത് ഇനി ഒന്നും പറയണ്ട. ഇവരൊക്കെ പഠിപ്പിച്ച് ഓരോരോ സ്ഥാനത്തേക്ക് എത്തിയ ഇനി അവരവരുടെ കാര്യം നോക്കി അങ്ങോട്ട് ജീവിച്ചൂടെ? ഇനിയും ബാധ്യതകൾ ഇങ്ങനെ ഓരോന്ന് ഏൽപ്പിക്കുക. കുട്ടികളെ ഓർത്തട്ടാ ഞാൻ. അവറ്റോളെന്തറിഞ്ഞു? തക്കാളി റെഡി. ഇനി ഉള്ളി. പെണ്ണുള്ളപ്പോൾ ഇതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തേലും സാധനം അവിടെ എടുക്ക് എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് വന്ന് വയ്ക്കും. ഇപ്പോഴോ ആ പറയുന്നത് എല്ലാ പണിയും എല്ലാവരും പഠിച്ചിരിക്കണമെന്ന്, ഇല്ലെങ്കിൽ ഈ അവസ്ഥയാവും. ഇനിയിപ്പോൾ ഇത് വെച്ച് അറിയായി കഞ്ഞി എപ്പോൾ കഴിക്കാനാ? അത് രണ്ടും റെഡിയായി. ലക്ഷ്മിയ, ആ അത് എനിക്ക് കറി വെക്കാനാണ്. ആ കഞ്ഞിയൊക്കെ കറി വെക്കണ്ടേ? ഇപ്പോൾ തക്കാളി കറി വെക്കാനാ. എന്താ അതിന് ചെയ്യണ്ടേ? എണ്ണ ഒഴിച്ചിട്ട് ആ ഉള്ളി മൂപ്പിക്കുക, തക്കാളി ഇടുക. പരിപ്പൊന്നും വേണ്ട, അതൊക്കെ നേരം കുറേ. ഇപ്പം തന്നെ സമയത്രയായി. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. നീ ഉറങ്ങല്ലേ? കുട്ടിക്ക് എങ്ങനെയുണ്ട്? നല്ല തണുപ്പൊക്കെ അല്ലേ അവിടെ? ഇവിടെ ഇപ്പം എന്താ ഊണ് കഴിക്കാറാവണു. ശരി ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. ആരാ ഈ നേരത്ത്? മറിമായം.